ഞാനൊരു കാര്യം അറിയാനാ വന്ന്. അന്ന് അച്ഛൻ അമ്മയെ എങ്ങോട്ടാ ഇവിടുന്ന് കൊണ്ടുപോയത്? മോളെ, ഞാൻ ഒരിടത്തേക്ക് ഒരാളെയും കൊണ്ടുപോയിട്ടില്ല. എന്തിനാ അച്ഛൻ ഇങ്ങനെ കള്ളം പറയുന്നത്? അച്ഛനും അമ്മ ഇവിടെ വന്ന് കൊണ്ടുപോയെന്ന് ശ്യാമിയും ചേച്ചിയും പറയുന്നുണ്ടല്ലോ. അവരങ്ങനെ എന്തൊക്കെ പറയും? അതൊക്കെ സത്യമാണെന്നില്ലല്ലോ. അച്ഛാ, അച്ഛൻ ഒന്നുകിൽ ആരെയോ പേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളോട് പറയാൻ പറ്റാത്ത എന്തോ ഒരു രഹസ്യം അച്ഛന്റെ ഉള്ളിലുണ്ട്. എന്ത് രഹസ്യം? മക്കളുടെ മുന്നിൽ ഒളിച്ചു വയ്ക്കാനായി ഒരു രഹസ്യം എന്റെ ഉള്ളിലില്ല. നിന്റെ അമ്മയെ പോലെ രഹസ്യങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കാൻ എനിക്ക് സാധിക്കുകയില്ല. കാരണം ഞാൻ അത്ര മനക്കെട്ടിയുള്ള ആളൊന്നുമല്ല. നിക്കച്ഛാ, എനിക്കറിയേണ്ടതും അതൊക്കെ തന്നെയാ. നസീറിന്റെ മരണം മുതൽ ഞാൻ അച്ഛനെയും അമ്മയും ശ്രദ്ധിക്കുന്നത്. പല ചോദ്യങ്ങൾക്കും പല രീതിയിലാണ് നിങ്ങൾ രണ്ടുപേരും മറുപടി പറഞ്ഞിരിക്കുന്നത്. വിഷ്ണുട്ടും പോലും നിങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും മറച്ചുവെച്ചു. അന്നത്തെ ആ സംഭവത്തിൽ എന്തൊക്കെ അറിയാക്കഥകളുണ്ടോ അതുപോലൊരു അറിയാക്കഥയായി എന്റെ അമ്മയുടെ ലൈഫ് മാറരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ചോദിക്കാം, എന്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ച? ജീവിച്ചിരിപ്പുണ്ടോ അതോ? ചോദിക്കടി, എന്താ നിർത്തിക്കളഞ്ഞ? ചോദിക്കാനാ പറഞ്ഞേ. അച്ഛന്റെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കേ, അമ്മയെ കൊന്നു കളഞ്ഞോന്ന്. അങ്ങനെ ചോദിക്കാനായിട്ട് തന്നെ ഞാൻ വന്ന് ചോദിക്കുകയും ചെയ്യും. കാരണം അച്ഛന്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയങ്ങൾ ബാക്കി നിൽക്കണം. അച്ഛനെ ഞാൻ ഈ കാണുന്ന ആളല്ല. അച്ഛന്റെ ഉള്ളിൽ എന്തൊക്കെയോ ക്രൂരതകളുണ്ട്. നസീറിന്റെ ബോഡി എവിടെയാ ഒളിപ്പിച്ചു വെച്ചെന്നുള്ള എന്റെ ചോദ്യത്തിന് അച്ഛന്റെ കൈ മറുപടി ഇല്ലാത്തതും ആ ക്രൂരത ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെയാ. നീ പറഞ്ഞതെല്ലാം ശരിയാ. നിന്റെ അമ്മ ഞാൻ കൊന്നു. വെട്ടി നുറുക്കി ചാക്കിലാക്കി ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. നിനക്കെന്നെ എന്ത് ചെയ്യാൻ പറ്റും? നീ കേസ് കൊടുക്കൂ. എന്നാ കൊണ്ടുപോയി കേസ് കൊടുക്കണി, അവരന്വേഷിക്കട്ടെ. ഞാൻ അച്ഛനെതിരെ കേസ് കൊടുത്ത അവരച്ഛനെ കൊണ്ട് സത്യങ്ങൾ പറയിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അരുതാത്ത സത്യങ്ങൾ അച്ഛനിൽ നിന്ന് പുറത്തു വരുമെന്ന് ഞാൻ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എന്റെ ഈ വരവ്. ഈ വരവിൽ എനിക്ക് കൃത്യമായ ഉത്തരം കിട്ടിയില്ലെങ്കിൽ എനിക്ക് പോകേണ്ട വഴിക്ക് ഞാൻ പോവും. കാരണം എനിക്ക് എന്റെ അമ്മയെ കണ്ടെത്തിയേ ഒക്കൂ. എന്റെ അമ്മ തന്ന ഭിക്ഷയാണ് എന്റെ ഈ ജോലി. ആ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്റെ ഈ പദവി ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ കളക്ടർ ശാലിനിക്ക് എന്ത് വിലയായി സമൂഹത്തിൽ ഉണ്ടാവുക?